അഹങ്കാരി എന്നൊരു മെസ്സേജ് കിട്ടണം. ആരോ എടുത്തിട്ടുള്ളത്, ആരാന്ന് അറിഞ്ഞൂടാ. എന്തായാലും അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹങ്കാരിയല്ല, ഇങ്ങോട്ട് പ്രതികരിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങോട്ട് പ്രതികരിക്കും. അതിന് അഹങ്കാരി എങ്ങോട്ട് ചൊറിയും അങ്ങോട്ട് പ്രതികരിക്കും. അതെ, അതിന് അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ എന്താ അവരവർക്കുള്ള സ്വാതന്ത്ര്യം എന്നിൽ അവർ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അഹങ്കാരിയാണെന്ന് പറഞ്ഞു തന്നതില് നന്ദി, വണക്കം, നന്ദി. അപ്പോ എന്താ പറയാ, നല്ല മഴ ഇങ്ങനെ ചാർലടിച്ച് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് എന്താ പറയാ, അലമാരയൊക്കെ ഒന്ന് തുറന്ന് അടിച്ച് വൃത്തിയാക്കി തുണികളെല്ലാം അടുക്കി പെറുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ടക്ക് 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 ടക്ക കട്ട കടകടാന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങൾ മുന്നോട്ട് എത്തിക്കും. വേറെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ധാരാതേ ഇവിടെ ഒരാൾ സാരിയെ കൊടുത്തിട്ട് കളിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കണം. എത്ര ദിവസം പണങ്ങിയിരിക്കും നോക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ലെങ്കിൽ അതിപ്പോ ആരായാലും ചിലർ പറഞ്ഞേക്കും അവരാണ് നിനക്ക് ഇഷ്ടം, അവരായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ആരോടും വലിയ ഇഷ്ടമൊന്നും. എന്താ ഒന്നും കൂടി കേട്ടില്ല. ചിലവര് ആരെ ഉദ്ദേശിച്ചത് ഒരാളുണ്ട്, എന്ത് പറയും, മീനൊക്കെ മതിയെന്ന്. ഒന്നും ടെൻഷൻ ആവത്തില്ലേണു. അപ്പോഴത്തെ വീഡിയോ വന്നത് ചായ കുടിക്കട്ടെ. അവൾ പറയണേ അച്ഛനും അമ്മയും കണ്ട് അച്ഛനെയും അമ്മയും പോലെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ പച്ചൻ ഫോൺ ചെയ്തു അതുകൊണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മയും പോലെ ജീവിക്കാൻ പഠിക്കണം. ഒരു ടെൻഷനോടെ ചെയ്തത്. എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാനുണ്ട് എല്ലാത്തിനും ടെൻഷൻ അടിക്കാൻ, പിന്നെന്താ. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുക, വരൂ എല്ലാവർക്കും ചായ കുടിക്കാം. മധുര പഞ്ചസാര പാവിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് സ്പെഷ്യലായിട്ടാണ്. എന്താണെന്നറിയോ, നീ ഇത്ര നേരം കഷ്ടപ്പെട്ട് തുണിയൊക്കെ അടുക്കി വെക്കല്ലേ, അപ്പോൾ ഒരു സ്വീറ്റ് പോലുള്ള ചായ കുടിക്കണ പോലെ കുടിക്കണം. എൻ്റെ ചായയിൽ മധുരമില്ല കേട്ടാ, എനിക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഞാൻ എന്നെ തന്നെ കൊന്നാലും നിന്നെ കൊല്ലുന്നില്ല. ചായ കുടിച്ചിട്ട് ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ തുണിയൊക്കെ അടുക്കി പെറുക്കി എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് കൂടെ അറിയുന്നില്ല. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുള്ളതുകൊണ്ട് എന്തായി എൻ്റെ ജോലി പെട്ടെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അത് പുറത്തിനടുത്ത് പുറത്ത് വെച്ച് പുറത്തിനടുത്ത് പുറത്ത് വെക്കും. ഞാൻ സോമ്പെടുത്തിന് എനിക്കില്ല. പിന്നെന്താണ് അപ്പുറത്തിനടുത്ത് അപ്പുറത്ത് വെക്കുന്നത്? ഞാൻ അടുത്തൊരു കഥ പറയാൻ പോണത്. അതെ, നീ ചായ കുടിക്കുന്നത് ഞാൻ കഥ പറയാം. നമ്മുടെ അത്യാവശ്യമുള്ള അലമാരി ഒതുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെക്ഷൻ പിന്നെ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ഈ സാരീനെടുത്ത് വലിച്ചിടണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് വയ്ക്കാൻ സ്ഥലമില്ല. അതെ, തീർച്ചയായും. അതെ, ഇനിയിപ്പോൾ ഞാൻ എവിടെ കൊണ്ടുവിടുക? എവിടെ ഇടാൻ പറ്റില്ല, അവിടെ തന്നെ ഇരിക്കണം. അത് ശരിയാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി, നമസ്കാരം. വേറെ എന്താന്ന് പറയുന്നെങ്കിൽ വേറെ എന്താ പറയാം, വേറെ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ ഇവിടെ തൊട്ട് വരുന്നില്ല, അതാണ് പ്രശ്നം. സംഭവം പറയണമെന്നുണ്ട് പക്ഷെ വരുന്നില്ല, അതാണ്. പിന്നെ ഞാൻ എന്തോ മെസ്സേജുകൾ ഒന്നിട്ട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെ വീഡിയോന്റെ ഏതിൻ്റെ അടിയിൽ മെസ്സേജ് ഇരിക്കുന്നത് അഹങ്കാരി. വേറെന്താ, അഹങ്കാരി എന്നൊരു മെസ്സേജ് കിട്ടണം. ആരോ എടുത്തിട്ടുള്ളത്, ആരാന്ന് അറിഞ്ഞൂടാ. എന്തായാലും അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അഹങ്കാരിയല്ല, ഇങ്ങോട്ട് പ്രതികരിക്കുന്ന സമയത്ത് ആരെങ്കിലും അങ്ങോട്ട് പ്രതികരിക്കും. അതിന് അഹങ്കാരി എങ്ങോട്ട് ചൊറിയും അങ്ങോട്ട് പ്രതികരിക്കും. അതെ, അതിന് അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ എന്താ അവരവർക്കുള്ള സ്വാതന്ത്ര്യം എന്നിൽ അവർ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അഹങ്കാരിയാണെന്ന് പറഞ്ഞു തന്നതില് നന്ദി, വണക്കം, നന്ദി. അപ്പോ എന്താ പറയാ, നല്ല മഴ ഇങ്ങനെ ചാർലടിച്ച് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് എന്താ പറയാ, അലമാരയൊക്കെ ഒന്ന് തുറന്ന് അടിച്ച് വൃത്തിയാക്കി തുണികളെല്ലാം അടുക്കി പെറുക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ടക്ക് 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 ടക്ക കട്ട കടകടാന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ഞാൻ നിങ്ങൾ മുന്നോട്ട് എത്തിക്കും. വേറെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ധാരാതേ ഇവിടെ ഒരാൾ സാരിയെ കൊടുത്തിട്ട് കളിക്കുന്നതാണ്. മിനിമ അത് 1 രൂപയ്ക്ക് നടിക്കാൻ വന്ന അത് പഴക്കത്തിലാണ്, കൊണ്ടാണ് അങ്ങനെ ഇരിക്കണം. എത്ര ദിവസം പണങ്ങിയിരിക്കും നോക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ലെങ്കിൽ അതിപ്പോ ആരായാലും
ചിലര് പറഞ്ഞേക്കും അവരാണ് നിനക്ക് ഇഷ്ടം, അവരായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ആരോടും വലിയ ഇഷ്ടമൊന്നും. എന്താ ഒന്നും കൂടി കേട്ടില്ല. ചിലവര് ആരെ ഉദ്ദേശിച്ചത്? ഒരാളുണ്ട് എന്ത് പറയും? എനിക്ക് മീനുനൊക്കെ മതിയെന്ന്. മീനുനെ സഞ്ചരിക്കുന്നില്ല എനിക്ക് ആരും ഞാൻ പറഞ്ഞാ കേൾക്കാത്ത ആരായാലും അവര് ഇതിന് ചിലപ്പോൾ വേറെ ആൾക്കാരെ നിങ്ങൾ പറഞ്ഞു കുട്ടികളല്ലേ എന്ന്. കുട്ടികളായാലും നമ്മൾ പറയേണ്ട സമയങ്ങളിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ചെയ്യേണ്ടെന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ചെയ്യരുത്. അത് 5 വയസ്സുള്ള കുട്ടിയായാലും ശരി 23 വയസ്സുള്ള കുട്ടിയായാലും ശരി രണ്ടും ഒരേ കണക്ക് തന്നെയാണ്. എന്താ 23 5 ശരി 50 ശരി അങ്ങനെ പറയും. 23 ഒരു കണക്ക് വെച്ചു. 23 ആരോ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് 23 വയസ്സുള്ള കുട്ടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും 5 വയസ്സുള്ള കുട്ടി പറഞ്ഞാൽ കേട്ടെങ്കിൽ എല്ലാം രണ്ടുപേർക്കും ഞാൻ ഒരേ രീതി തന്നെയാണ്. കണക്ക് ഒന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കണക്ക് വെച്ച് പറഞ്ഞത്. ഇനിയിപ്പോ എന്താ നെറ്റി പിടിച്ച് വരാന്ന് കണ്ടാലും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതെന്താന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മള് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനായിരിക്കും ഒരാൾ, കാരണം അവരൊക്കെ കാണണ്ടല്ലോ. നന്നാവാൻ പറ്റില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ നമ്മൾ നിലവിളിച്ച് നമ്മുടെ തൊണ്ടിലെ വെള്ളം പറ്റുക. ഞാൻ ഏഴിനോടും പറയാനുണ്ട്, വെറുതെ നിലവിളിക്കണ്ടേ, നിന്റെ കാര്യം നോക്ക്. നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുക, ബാക്കി അവര് പിന്നെ അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഫോൺ ഇങ്ങനെ ഇളകുന്നുണ്ട്, അത് ഒന്നുമില്ല കൈയൊന്ന്. അതുകൊണ്ട് എന്താ പറയാ, അതുകൊണ്ട് ഞാൻ മടക്കത്തിലാണ് മീനിനോട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ മീൻ കേട്ടിട്ടില്ല. അപ്പോ ഇടയ്ക്കൊക്കെ ഇത് തന്നെയാണ്. പക്ഷെ നമ്മൾ വീണ്ടും കുട്ടിയല്ലേ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വിട്ട് കൊടുത്തു പോലെ. പക്ഷെ കുട്ടി പറഞ്ഞ് കേട്ട് തലയിൽ കയറാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ എൻ്റെ പാട്ട് ഞാൻ ഒഴിയും. അത് ഞാൻ ആരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ നന്നായി സ്നേഹിക്കും. പക്ഷെ നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു വിലയും തരുന്നില്ലെങ്കിൽ ഞാൻ അവിടുന്ന് പതിയെ ഒഴിവും. അത് വലിയവർ മുതൽ കുട്ടികൾ വരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അതിൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടും കേട്ടോ, അത് എടുത്ത് പറയുന്നതാണ്. അതെ, ഇനിയിപ്പൊ അതിന് വന്നിട്ട് അഴിയത്തി തലയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് നമ്മൾ ഒരു അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് എങ്ങനെയായിരിക്കും തിരിച്ച് റിയാക്ട് ചെയ്യാം അല്ലെ? അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് ആരായാലും അതെ, നമ്മളൊരാൾക്ക് സ്ഥാനം കൊടുക്കും, അവരത് കറക്റ്റായി കൊണ്ടുപോയാൽ ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ അവരൊരു പണി നോക്കുക. അപ്പൊ ഞാൻ ആരുടെ അങ്ങനത്തെ പെരുമാറുന്ന കാര്യങ്ങളാണ്. അത് എന്റെ ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോ പൊട്ടയായിരിക്കാം, പക്ഷെ എന്നെ കൊണ്ട് മാറ്റാൻ അത് കറക്റ്റ്. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ അഭിനയിച്ചിട്ട് എന്റെ പൊന്നേ എന്റെ മോളെ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. ഞാൻ എന്താണോ ഞാൻ അതായിരിക്കും പ്രതികരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പടക്കത്തിലാണ്. എന്നാണോ അവൾ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുക, ഒന്നുമില്ല. ഒന്ന് ഫുഡ് കഴിക്കാൻ പിന്നെ വീട്ടിലെപ്പോഴും ഭയങ്കരമായിട്ട് കരയുക, അങ്ങനെ വാശി, അതൊന്നും നല്ല ശീലങ്ങളല്ല. അത് ഇപ്പൊ തന്നെ പിടിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊന്നും പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടം നടക്കട്ടെ. അപ്പൊ അവർക്ക് നമ്മളോട് വേണ്ടാന്നുള്ളതല്ലേ. അപ്പൊ അവർക്ക് നമ്മളെ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പാടുന്നേക്ക് ഒഴിഞ്ഞു വരിക, അത്രേ ഉള്ളൂ. അത് ആരിൽ നിന്നായിട്ട് ഞാൻ അങ്ങനെ ഒഴിയുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുക. എന്നൊക്കെ തന്നെ അതൊക്കെ റെഡിയായി നോക്കട്ടെ. അന്ന് റെഡിയാവുന്ന സമയത്ത് ഞാൻ പഴയ ഒരു മമ്മയായിട്ട് മാറും. അതുവരെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അപ്പോ ഇതിപ്പോ ആരും നെഗറ്റീവ് ഒന്നും പറയാൻ നിൽക്കണ്ട. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടോ. കുട്ടിയല്ലേ എന്ന് പറയും. കുട്ടിയാണ്. കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താ പറയാ, ലേറ്റ് അടിക്കണ്ട. അപ്പൊ നീ ഇപ്പുറത്ത് പോവാ. ഞാൻ അവിടെ നിന്ന് എന്റെ കൈ കാണുന്നുണ്ടോ? എന്തിനാ അങ്ങോട്ട് നോക്കണേ? നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് നോക്കണം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ചെലക്കുട്ടീസ്.